ഓക്കെ, അപ്പൊ നമുക്ക് മൈനർ കണ്ടുപിടിക്കാൻ അറിയാം, കോഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയാം. എല്ലാവർക്കും അറിയാലോ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോ, ഒരു മെട്രിക്സ് ഒരു 3x3 മെട്രിക്സ് ആണ്. A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെന്ന് വെച്ചാൽ ആദ്യത്തെ മെത്തേഡ് എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ. ഇതാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ മെത്തേഡ്, എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ. അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് കോളം. ഇനി ഇതും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളം സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ യൂഷ്വലി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ അല്ലെങ്കിൽ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് കോളം എന്ന് പറയും. അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പൊ ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് എ വിൽ ബി ഗിവൺ ബൈ, ശ്രദ്ധിച്ചു കേൾക്കണം, ഡിറ്റർമിനന്റ് എ വിൽ ബി ഗിവൺ ബൈ A11 into C11 plus A12 into C12 plus A13 into C13. ഇതാണ് ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ is equal to A11 into C11 plus A12 into C12 plus A13 into C13. ഇത്രയേ ഉള്ളൂ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അലോങ് ദി ഫസ്റ്റ് റോ. ഓക്കെ, അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. നമുക്കറിയാം C11 എന്ന് പറഞ്ഞാൽ അത് M11 തന്നെയാണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് A11 into M11, പിന്നെ C12 എന്ന് പറഞ്ഞാൽ അത് M12 ആണോ മൈനസ് M12 ആണോ? മൈനസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് A12 into M12 പ്ലസ് A13 into M13 ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ചെയ്താൽ തെറ്റി പോകത്തില്ല. എം കണ്ടുപിടിച്ചിട്ട് M11, M12, M13 കണ്ടുപിടിച്ചിട്ട് അതിന്റെ അടുത്ത് നിന്ന് തന്നെ C11, C12, C13 കണ്ടുപിടിച്ച് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ തെറ്റി പോകത്തില്ല. ഇത് യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ സൈൻ ഇടാൻ മറന്നുപോയാൽ ഉത്തരം മൊത്തം തെറ്റി. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് കോളം ചെയ്യുവാണെങ്കിൽ നമുക്ക് A11 C11 plus A21 C21 plus A31 C31. ഇതാണ് ഇക്വേഷൻ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് കോളം ആണ്. A11 into C11 plus A21 into C21 into A31 into C31. ഇതിനെ നമുക്ക് മൈനർ ഫോമിൽ വേണമെങ്കിൽ എഴുതാം. മൈനർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? A11 M11 minus A21 M21 plus A31 M31. എടാ ഈ C12 ഇല്ലേ, M12 നിന്ന് നമ്മൾ C12 കണ്ടുപിടിക്കുക. M12 എന്ന് പറയുന്നത് മൈനസ് C12 അല്ലേ? അതുകൊണ്ട് നമ്മൾ ആ M12 ഇവിടെ എഴുതുമ്പോൾ ഇവിടെ മൈനസ് ഇടണം. കാരണം മൈനസ് M12 ആണ് നമുക്ക് C12 എന്ന് കിട്ടുന്നത്. ഓക്കെ, കിട്ടിയോ? ഇക്വേഷൻസ് കിട്ടിയോ? മനസ്സിലായോ? അപ്പോ ക്വസ്റ്റ്യൻ എക്സാമിന് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മോഡൽ അങ്ങ് യൂസ് ചെയ്താൽ മതി. രണ്ടും ചെയ്ത് വെക്കണ്ട. രണ്ടും ചെയ്താൽ ഒരു ഉത്തരം തന്നെ കിട്ടും. രണ്ടും ചെയ്യണ്ട, ഈ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ ചെയ്യുക. ഇനി നിങ്ങളോട് എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി. ലൈക്ക് ഇൻ കേസ് നിങ്ങളോട് ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കോളം എന്ന് ചോദിച്ചാൽ മാത്രം ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3x3 മെട്രിക്സ് തന്നാൽ എക്സ്പാൻഡിങ് അലോങ് ദി ഫസ്റ്റ് റോ ചെയ്താൽ മതി. ഫസ്റ്റ് റോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ എലമെന്റിനെയും വിത്ത് റെസ്പെക്ട് ടു ചെയ്യുന്നില്ല.
നമ്മൾ ആകെ 3 എലമെന്റ് വെച്ചിട്ടാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കാം. Okay, evaluate the determinant delta equals determinant 3, 5, 0, minus 1, 2, 1 and 3, minus 6, 4. This by expansion about first row and first column. രണ്ടിലും separate ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. First row and first column. അപ്പോൾ രണ്ടും separate ആയിട്ടൊന്ന് ചെയ്തേ. ഇത് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് A11, A12, A13 അറിയാം. അതിനകത്തുനിന്ന് M11 കണ്ടുപിടിച്ചിട്ട് C11 കണ്ടുപിടിക്കണം. M12 കണ്ടുപിടിച്ചിട്ട് C12 കണ്ടുപിടിക്കണം. M13 കണ്ടുപിടിച്ചിട്ട് C13 കണ്ടുപിടിക്കണം. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എന്താ? ഡിറ്റർമിനന്റ് A is equal to A11 C11 plus A12 C12 plus A13 C13. Okay, ഇതാണ് expanding along the first row ചെയ്യാനുള്ള ഇക്വേഷൻ. ചെയ്തേ ഒന്ന്. M11 ഉം C11 ഒക്കെ കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞേ. ആദ്യമേ ചെയ്ത പോലെ തന്നെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുന്ന മെത്തേഡ്.
കിട്ടിയോ? C11 എത്ര ആൻസർ? 47 അല്ല. C11 എത്ര കിട്ടി? 14 ആണോ? C11 അപ്പോൾ M11 എന്ന് പറയുമ്പോൾ 6 മൈനസ് 6. M11 എന്ന് പറയുമ്പോൾ ഇത് 4 into 2 8. 8 minus 6. 8 minus 6 എന്ന് പറയുമ്പോൾ 8 plus 6. 8 plus 6 എത്രയാണ്? 14 ആണോ? 14. Okay, 14. അപ്പോൾ C11 14. M12 എത്ര കിട്ടി? -4 -3 -7. -7. അപ്പോൾ C12 equal to 7. M13 എത്ര കിട്ടി? 6 minus 6 0. C13 equal to 0. അപ്പോൾ determinant A is equal to 3 into 14 plus 5 into 7 plus 0 into 0. That is equal to 14 into 3 എത്രയാ? 4 3s are 12. 42 plus 7 5 35. That is equal to 77. 77. ഇനി along the first column ഒന്ന് ചെയ്തേ. Along the first column. ഇത് എല്ലാവർക്കും കിട്ടിയോ? ഞാൻ വായിച്ചോട്ടെ ഇത്. Yes, yes. Okay. First column ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ എടുക്കണം? Determinant A is equal to A11 into C11 plus A21 into C21 plus ഇങ്ങനെയല്ലേ? നമ്മൾ along the column ചെയ്യുമ്പോൾ നമുക്ക് A11 into C11 plus A21 into C21 plus A31 into C31. അപ്പം C11 നമുക്ക് ഓൾറെഡി അറിയാം 14 ആണ്. C21 C31 കണ്ടുപിടിക്കണം. C21 20 minus 0. അപ്പൊ -20 എന്ന് വരും അല്ലേ? C21 -20 കിട്ടിയോ? ഇനി C31 ഓ? C31 5 ആണോ? 5. C31 5. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? A11 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into 14 പ്ലസ് A21 എന്ന് പറയുന്നത് -1 ആണ്. -1 into -20 പ്ലസ് A31 എത്ര? 3. 3 into -5. സോറി 3 into +5. 3 into 5 എന്ന് വരും. ആണോ? 42 plus 20 plus 5 into 3 15. Sorry, 5 into 3 15. എത്ര വരും അപ്പോ? 77 എന്ന് വരും. കിട്ടിയോ 77? ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോ along the first row നമ്മൾ ചെയ്തപ്പോഴും ഡിറ്റർമിനന്റ് 77 ആണ്. ഫസ്റ്റ് കോളം ചെയ്തപ്പോഴും ഡിറ്റർമിനന്റ് 77 ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് ചെയ്താലും ഒരേ ആൻസർ കിട്ടുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ രണ്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ along the first row ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ക്ലിയർ ആണോ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കും. 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. പിന്നെ ഇതിൽ നിന്ന് മെയിൻ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ജസ്റ്റ് അവിടെ എല്ലാ പ്രോപ്പർട്ടീസും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. ആദ്യത്തേത്, നമ്മളൊരു ഡിറ്റർമിനന്റില് റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താലും എല്ലാ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും ഡിറ്റർമിനന്റിന്റെ വാല്യൂവിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല.
the value of determinant remains unchanged if its rows and columns are interchanged. അതായത് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. If A is a square matrix, then determinant of A transpose is equal to determinant of A. Aയുടെ ഡിറ്റർമിനന്റും A ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും സെയിം ആണ്. ബിക്കോസ് നമ്മൾ റോസിനെയും കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും ഡിറ്റർമിനന്റിന്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. ഓക്കെ, അതായത് എല്ലാ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ. ഇനി അവിടെ മൂന്നാമത്തെ എഴുതിയേക്കുന്ന കണ്ടോ, if two rows or columns of a determinant are interchanged, the sign of the determinant is changed but its absolute value is unchanged. നമ്മൾ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ അബ്സല്യൂട്ട് വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പൊ ഡിറ്റർമിനന്റ് -5 ആണെങ്കിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തതിന് ശേഷവും ഉത്തരം 5 തന്നെ ആയിരിക്കും, പക്ഷെ സൈൻ ചേഞ്ച് ചെയ്യും. -5 ആണ് ആദ്യത്തെങ്കിൽ രണ്ടാമത്തേൽ 5 ആയിരിക്കും, ആദ്യത്തേൽ 5 ആ കിട്ടുന്നെങ്കിൽ അടുത്തതിൽ -5 കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. ആദ്യത്തേതിന്റെ ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അടുത്തത് ചെയ്ത് നോക്കാതെ തന്നെ -5 എന്ന് ആൻസർ ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൽ വരാറുണ്ട്, പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഒരു സെറ്റിനകത്ത് രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം സെയിം ആണ്, ഐഡന്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. If any two rows or columns of determinant are identical, then its value is 0. അതുപോലെ തന്നെ if each element of a row or a column of a determinant is multiplied by a constant k, then the value of the new determinant is k times the value of the original determinant. നമുക്ക് ഒരു ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോൾ 5 എന്ന് കിട്ടി, അതിനുശേഷം നമ്മൾ ഒരു റോയിലുള്ള എല്ലാ എലമെന്റ്സിനെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. A11 into 4, A12 into 4, A13 into 4 ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ഡിറ്റർമിനന്റ് കിട്ടുമ്പോൾ 5 into 4 equal to 20 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനന്റ്, ഒരെണ്ണത്തിൽ ഡിറ്റർമിനന്റ് തന്നിട്ട് ആദ്യം ഒരു കേസ് തരും, അതിനുശേഷം ഒരു മെട്രിക്സ് തരും, അതിനകത്ത് ചിലപ്പോൾ ആദ്യത്തെ റോയിലെല്ലാം ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഡബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിറ്റർമിനന്റ് ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, പ്രോപ്പർട്ടീസ് നിങ്ങൾ വായിച്ച് പഠിക്കണം, എന്നാലേ ഇത് മനസ്സിൽ നിൽക്കത്തുള്ളൂ. പിന്നെ ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ഡിറ്റർമിനന്റ് KA is equal to k raised to n into determinant A, or where n is the order of the matrix. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ n equal to 3 ആയിരിക്കും, 4x4 ആണെങ്കിൽ n equal to 4 ആയിരിക്കും. അപ്പോ k into a എന്ന രീതിയിൽ ഒരു മെട്രിക്സ് വരുവാണെങ്കിൽ k raised to n into determinant A ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഈ പ്രോപ്പർട്ടി പഠിച്ചു വെക്കാന്നേ ഉള്ളൂ, ഇങ്ങനെ പ്രോബ്ലം കണ്ടിട്ടില്ല. യൂഷ്വലി പ്രോബ്ലം ചോദിക്കുന്നത് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 വരുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുന്ന വാല്യൂസും ആണ് ക്വസ്റ്റ്യനിൽ സാധാരണ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ if any two rows or columns of a determinant are proportional, then the value determinant value 0 ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു മെട്രിക്സ് ഉണ്ടെന്ന്, ഒരു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ട് 2, 3, 5 ഒരെണ്ണം വേറെ ഒരു 7, 12, 6 പിന്നെ ഒരെണ്ണം നമുക്ക് 4, 6, 10 ഉണ്ടെങ്കിൽ ഈ 2, 3, 5, 4, 6, 10 എങ്ങനെയാ, പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. 2 into 2 4, 3 into 2 6, 5 into 2 10. അപ്പൊ ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന കൂടെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് ചെയ്ത് നോക്കുക, അപ്പൊ കുറച്ചുകൂടെ ഓർത്തിരിക്കും. ശരി, 0 കിട്ടുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ if each element of a row of a determinant is expressed as a sum of 2 or more determinants, then the determinant can be expressed as a sum of 2 or more determinants. അതായത് നിങ്ങൾ ആ പേജ് നമ്പർ 160 എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. നമുക്ക് E1, E2, E3, അപ്പോ A1 plus E1 plus A2 plus E2 plus A2 plus E3 അങ്ങനെ ആദ്യത്തെ റോയിലുള്ള 3 എലമെന്റ്സും A1 plus E1 അങ്ങനെ ഒരു E1, E2, E3 ഫോമിൽ നമുക്ക് അഡീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് 2 ഡിറ്റർമിനന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, 2 ഡിറ്റർമിനന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇത് പ്രോപ്പർട്ടി പഠിച്ചു ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി പോയാൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്
ഇത് വെച്ചിട്ട് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷനിൽ തന്നിരിക്കുന്നത്. അപ്പൊ കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിൽ വരുന്നത്. ഇനി ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടി, നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട, നേരെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്കറിയാലോ. A11 C11 പ്ലസ് A12 C12 പ്ലസ് A13 C13. അത് വെച്ച് ചെയ്താലും ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാൻ കറക്റ്റ് എക്സാം ടൈമിൽ മനസ്സിലായില്ലെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇല്ലസ്ട്രേഷൻ 20. അപ്പൊ പ്രോപ്പർട്ടീസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വായിച്ചാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് 0 വരുന്ന എപ്പോഴൊക്കെയാണ് k ടൈംസ് വരുന്നത്, k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് A ടൈപ്പ് വരുന്നത് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇനി നമ്മൾ ക്രാമേഴ്സ് റൂൾ പഠിക്കുമ്പം ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ ഇല്ലസ്ട്രേഷൻ 20 നോക്കിയേ. If A1, A2, A3, B1, B2, B3, C1, C2, C3 equal to 100. ഒരെണ്ണം തന്നിരിക്കുന്നതാണ്, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഡിറ്റർമിനന്റ് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് A1, B1, C1, A2, B2, C2, A3, B3, C3. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കി, സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആക്കി, തേർഡ് റോയിനെ തേർഡ് കോളം ആക്കി. ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനന്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? നമ്മുടെ പ്രോപ്പർട്ടി പറയുന്ന അനുസരിച്ച്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് A. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എത്ര തന്നെ ആയിരിക്കും? 100 തന്നെ ആയിരിക്കും. റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താലും ഡിറ്റർമിനന്റിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഇല്ലസ്ട്രേഷൻ 30 നോക്കിയേ. A1, A2, A3, B1, B2, B3, C1, C2, C3. അതിന്റെ ഡിറ്റർമിനന്റ് 49 ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് A1, A2, A3, C1, C2, C3, B1, B2, B3. അതിൽ എത്ര റോ ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്? എല്ലാം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ? എല്ലാ റോസും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 2 റോസ് മാത്രമേ അതിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പേജ് നമ്പർ 158 മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒന്ന് വായിച്ചു നോക്കിയേ. പേജ് നമ്പർ 158 മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നാമത്തെ പ്രോപ്പർട്ടി വായിച്ചു നോക്കിയേ. അപ്പൊ എന്തായിരിക്കും ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ? -49 ആയിരിക്കും വരുന്നത്. അബ്സല്യൂട്ട് വാല്യൂ 49 ആയിരിക്കും, പക്ഷെ സൈൻ ചേഞ്ച് ചെയ്തത് -49 ആയിട്ട് മാറും. ഇനി ഇല്ലസ്ട്രേഷൻ 31 പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന് സാധാരണ ചോദിക്കുന്നത്. 31 ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിനന്റ് 148 -496 അവിടെ എന്താ? ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും ഐഡന്റിക്കൽ ആണ് അല്ലേ? ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും ഐഡന്റിക്കൽ ആണ്. 2 റോസ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത്തത് 81 96 27 34 72 8 9. അവിടെയോ? അവിടെ 2 റോസ് പ്രപ്പോർഷണൽ ആണ്, 2 കോളംസ് പ്രപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ കോളത്തിനെ എല്ലാ എലമെന്റിനെയും 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ കോളം കിട്ടുന്നത് അല്ലേ? 9 × 9 ചെയ്താൽ 81 കിട്ടും, 3 × 9 ചെയ്താൽ 27 കിട്ടും, 8 × 9 ചെയ്താൽ 72 കിട്ടും. ഓക്കെ, അപ്പോ കോളംസ് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് അതിന്റെ ഡിറ്റർമിനന്റ് 0 തന്നെ ആയിരിക്കും. കോളംസ് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് ആ 9നെ പുറത്തെടുക്കാം. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും 2 കോളംസ് ഐഡന്റിക്കൽ ആയിട്ട് വന്നു അല്ലേ? 938 938 കണ്ടോ നിങ്ങള്? ആദ്യത്തെ കോളത്തിൽ എല്ലാത്തിലും 9 കോമൺ ആണ്. ആ 9നെ പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ളതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും കോളംസ് ഐഡന്റിക്കൽ ആയിട്ട് വന്നു. അങ്ങനെ വന്നാൽ തന്നെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. 9 × 0 ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടും. കിട്ടിയോ? ക്ലിക്കായോ ഇത്? അപ്പോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ളത്, അതായത് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം.
അതുപോലെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ പ്രോപ്പർട്ടീസ് എല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് ഏകദേശം ഒരു ഐഡിയ, ഇത് എസ്സേക്ക് പ്രോപ്പർട്ടി എഴുതാനൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ഇതുപോലെ 2 മാർക്കിന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും വേണമെങ്കിൽ 5 മാർക്കിന് സാധാരണയായിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് കാണുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ ഓക്കെ ആണോ? നമുക്കിനി 4 മണിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ഈ ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ളത് വൃത്തിയായിട്ട് പഠിച്ചിട്ടേ വരാവുള്ളൂ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനും പിന്നെ പ്രോപ്പർട്ടി എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കണം. അഡ്ജോയിന്റും ഇൻവേഴ്സും അഡ്ജോയിന്റും ക്രാമേഴ്സ് റൂളും കൂടെയാണ് ഇനി മെട്രിക്സിൽ പഠിക്കാനുള്ളത്. അതോടെ കഴിഞ്ഞ മെട്രിക്സ് തീരും. അതിനു മുമ്പ് ഒരു മിനിറ്റ്, പേജ് നമ്പർ 170 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 170. പേജ് നമ്പർ 170. പേജ് നമ്പർ 170 പ്രാക്ടീസ് പ്രോബ്ലംസ് കണ്ടോ? അവിടെ മുതല് പേജ് നമ്പർ 173 സെക്ഷൻ 4.9 വരെ ഉള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. സെക്ഷൻ 4.9 വരെ ഉള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. സെക്ഷൻ 4.9 വരെ ഉള്ളത്. സെക്ഷൻ 4.2 4.3 ഇല്ലേ പേജ് നമ്പർ 170. പേജ് നമ്പർ 170 4.2 4.3 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഹെഡിങ് ഇല്ലേ? അവിടെ മുതല് പേജ് നമ്പർ 173 സെക്ഷൻ 4.9 വരെ. 4.9 നമ്മൾ പഠിച്ചില്ല, അതിനു മുമ്പുള്ളത് വരെ ചെയ്യണം. ഓക്കെ, പിന്നെ അതില് സെക്ഷൻ 4.6 പേജ് നമ്പർ 172 പേജ് നമ്പർ 172 4.6 മൂന്നാമത്തെ ക്വസ്റ്റ്യനില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ആ ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യാം.